വയനാട് വണ്ടിക്കടവിലെ ആളക്കൊല്ലിക്കടുവ കൂട്ടിലായി. പുലർച്ചെ 1:30 വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. ദേവർഗദ്ദ ഉന്നതിയിലെ മാരനെ ആക്രമിച്ചു കൊന്ന കടുവയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു. കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റി. വണ്ടിക്കടവ് ഭാഗത്ത് ഈ ആളെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഇന്ന് രാത്രിയോടെ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പാറ്റേൺസും അതേപോലെ അതിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോബ്ലമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം വേണ്ട ചികിത്സ കൊടുക്കും. ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കാറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടുവയും കൂടിയാണ്. സുജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുജിത്ത്, മേഖലയിൽ ഭീതി വിതച്ച കടുവയായിരുന്നു, നാളുകളായി അവിടെ ദൗത്യം നടന്നിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? മാറിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പുലർച്ചെ 1:30 ഈ കടുവ കൂട്ടിലായിരിക്കുന്നത്. 2016 സെൻസസിൽ ആദ്യമായാണ് ഇതിനെ കണ്ടെത്തുന്നത്. അത് WWL, അതായത് വയനാട് വൈൽഡ് ലൈഫിലെ 48ാം നമ്പർ കടുവയാണ്, ആൺകടുവയാണിത്. ഇത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തോട് ചേർന്ന് ബത്തേരി റേഞ്ചിലായിരുന്നു ഇതിനെ കണ്ടുവന്നിരുന്നത്. 2018 വരെ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ കണ്ടുവന്ന കടുവയെ പിന്നീട് 2025 നവംബർ അവസാനം വരെ കാണുകയുണ്ടായില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. 2025 ഡിസംബറിൽ ചതലയത്ത് കാടിനകത്ത് മേഞ്ഞിരുന്ന വളർത്തുമൃഗങ്ങളെ പിടിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് വണ്ടിക്കടവിൽ വെച്ച് ഈ ദേവർഗദ്ദ ഉന്നതിയിലെ മാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്ന് വനംവകുപ്പ് 4 കേജുകളാണ് സ്ഥാപിച്ചിരുന്നത്. ഒപ്പം തന്നെ 40ഓളം ക്യാമറ ട്രാപ്പുകളും 4 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചു. വനംവകുപ്പ് ഈ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ 21-ാം തീയതി 22-ാം തീയതിയും പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു. പിന്നീടുള്ള 2 ദിവസം കണ്ടിരുന്നില്ല. 25-ാം തീയതി ഇന്നലെ പുലർച്ചെ വീണ്ടും ക്യാമറകളിൽ പതിയുകയാണ് ഉണ്ടായത്. 2016-2018 ഡാറ്റാബേസിലെ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും താരതമ്യം ചെയ്തു. ഈ കൂട്ടിലകപ്പെട്ടത് ഈ മാറന്റെ മരണത്തിന് ഇടയാക്കിയ കടുവയാണ് എന്നുള്ളത് വനംവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. കടുവയെ കൂടുതൽ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി വനംവകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള കുപ്പാടിയിലെ ആനിമൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കടുവയ്ക്ക് 14 വയസ്സ് പ്രായമുണ്ട്. വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതിലും ഒപ്പം തന്നെ മനുഷ്യനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതിനാലും ഇതിനെ കാട്ടിലേക്ക് ഇനി തുറന്നു വിടില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനം. കുപ്പാടിയിലെ ഹോസ്പിറ്റലിൽ തൽക്കാലം സൂക്ഷിക്കും. അതിനുശേഷം മറ്റെവിടേക്കെങ്കിലും മൃഗശാല അടക്കമുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതാനും ദിവസങ്ങളായി ഈ കടുവയ്ക്ക് പിറകിൽ തന്നെ ആയിരുന്നു. ഇതിനെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയായിരുന്നു വനംവകുപ്പ് നടത്തിയിരിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ അത് വിജയം കണ്ടിരിക്കുകയാണ്. കാരണം അത് കൃത്യമായ രീതിയിൽ തന്നെ കൂട്ടിലകപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.